പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 11-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. 136-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ഏതു മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. പലപ്പോഴും നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് താഴ്ത്തുന്നത്? നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. പാപം ചെയ്തു നശിക്കാതിരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തും. ഇത് തിരിച്ചറിഞ്ഞ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്ന്. ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിൽ ഇരിക്കുമ്പോഴാണെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ദൈവം നമുക്കായി എന്തു ചെയ്യുന്നു എന്ന് നാം ഗ്രഹിക്കുവാനും നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ഒരു പരിധിവരെ താഴ്ചയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ആമേൻ. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നും തിരുവചനത്തിൽ കാണുവാനിടയാക്കും. എന്നാൽ നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ത്തിക്കളയുമെന്നും ദൈവവചനം പറയുന്നു. വിവിധ കാരണങ്ങളാൽ താഴ്ച ഭവിച്ചുകൊണ്ട് നിരാശയോടെ ജീവിതം തള്ളി നീക്കുവാനല്ല, മറിച്ച് എല്ലാ വിഷയത്തിനും പരിഹാരം തരുന്ന ദൈവസന്നിധിയിൽ അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ അടുത്തു വന്നാൽ എല്ലാറ്റിനും വിടുതലുണ്ട്, മറുപടി നൽകുക തന്നെ ചെയ്യും. എല്ലാവരും ഉയർച്ച ഉള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. സൗന്ദര്യമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരെയും പദവിയിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരെയൊക്കെ ആമേൻ ലോകം ഓർക്കുമ്പോൾ ദൈവം ഓർക്കുന്നത് ആമേൻ കഷ്ടതയിൽ ഇരിക്കുന്നവരെയാണ്. നോഹയെയും കുടുംബത്തെയും നോഹയോടുകൂടെ ഉണ്ടായിരുന്ന സകല ജീവികളെയും ദൈവം ഓർക്കുവാനിടയായി. എന്നാൽ ആരെയും മറന്നു കളയാത്തവനും വിശേഷാൽ താഴ്ച ഭവിച്ചവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. ആമേൻ. ഒരു രാജ്യത്തെ രാജാവിന് തുല്യ പദവി ഉണ്ടായിരുന്ന ശമൂവേൽ പ്രവാചകൻ ഈശായിയുടെ ഭവനത്തിൽ വിരുന്നിന് വരുന്നു എന്ന് അറിയുമ്പോൾ തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നും അറിഞ്ഞിട്ട് പോലും ദാവീദിനെ മാത്രം അവർ ഒഴിവാക്കി. ദാവീദിനെ ഈ വിവരം അറിയിച്ചില്ല. എന്നാൽ അവൻ്റെ താഴ്ചയിൽ ദൈവം അവനെ ഓർക്കുവാനിടയായി. 38 വർഷം കുളക്കരയിൽ കിടക്കുന്ന രോഗി അവൻ അവിടെ കിടന്നുകൊണ്ട് അവൻ കർത്താവിനോട് പറയുകയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ഈ വെള്ളത്തിൽ ഒന്ന് ഇറക്കുവാൻ. വെള്ളം കലങ്ങുന്നുണ്ട്, ദൂതൻ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഈ വെള്ളത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കുവാൻ എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ആരും ഓർക്കുന്നില്ല. 38 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചുമ്മിക്കൊണ്ട് ആരൊക്കെയോ ഇവിടെ വെച്ചു, പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെ മറന്നു. ഗദരദേശത്തിൽ ഒരു മനുഷ്യൻ ഭൂതഗ്രസ്തനായി കിടക്കുന്നു, തന്നെ ആരും ഓർക്കുന്നില്ല, ആരും അറിയുന്നില്ല. കല്ലറകളിൽ ജീവനോടെ താൻ ഇരിക്കുമ്പോൾ കല്ലറയിൽ പാർക്കുന്നു. എത്ര ദയനീയമാണെന്ന് നോക്കൂ. എന്നാൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് ആ മനുഷ്യനെ ഓർക്കുവാനിടയായി. രോഗിയായി കിടന്നവനും പറയുന്നത് എനിക്കാരുമില്ല എന്ന്.
ആരുടെ എല്ലാം താഴ്ചയിൽ ദൈവം ആരെയൊക്കെ ഓർത്തിട്ടുണ്ടോ, ആരെല്ലാം താഴ്ചയിൽ ഇരുന്നിട്ടുണ്ടോ, അവരെല്ലാം ദൈവം ഓർക്കുവാനിടയായി. ദൈവം അവരെല്ലാം സൗഖ്യപ്പെടുത്തുവാനിടയായി. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഹന്നയും മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഹാഗറിനെയും താഴ്ചയിൽ യഹോവ ഓർക്കുവാനിടയായി. ഈ പ്രഭാതം കുഞ്ഞെ നിന്റെ താഴ്ചയിൽ ദൈവം ഓർക്കുവാനിടയാകും. കഴിഞ്ഞ നാളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, കർത്താവേ എന്നെ ഓർക്കുന്നില്ലയോ, എൻ്റെ കാണുന്നില്ലയോ, എൻ്റെ ഉപവാസവും പ്രാർത്ഥനയും എൻ്റെ കണ്ണുനീരും അറിയുന്നില്ലയോ, മറുപടി തരത്തില്ലയോ എന്നെല്ലാം ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ദൈവപൈതലേ, നിന്റെ വിഷയത്തിൽ ദൈവം മറുപടി നൽകുവാൻ സമയമായി. അതേ, ദൈവം ഓർക്കുന്ന നാളുകൾ ഈ നാളുകൾ ദൈവം നിന്റെ വിഷയത്തെ ഓർക്കുകയും നിന്റെ കണ്ണുനീരിനെ ഓർക്കുകയും നിന്റെ പ്രാർത്ഥനയെ ഓർക്കുകയും നിന്റെ വഴിപാടിനെ ഓർത്ത് മറുപടി നൽകുകയും ചെയ്യുന്ന ദിനങ്ങളാണെന്ന് ഈ പ്രഭാതം ആത്മാവിൽ പറയട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടോ നാളുകൾ കൊണ്ടോ തീർന്നു പോകുന്നതല്ല. ദൈവത്തിൻ്റെ ദയ അന്ത്യത്തോളം വഴി നടത്തുകയും നരയോളം ചുമക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മെ ആരൊക്കെ മറന്നാലും, അപ്പനും അമ്മയും മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, മക്കൾ മറന്നാലും, ആരെല്ലാം മറന്നുപോയാലും നമ്മെ മറക്കാത്തൊരു കർത്താവ് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ താഴ്ചയും നമ്മെ കഴിഞ്ഞ നാളുകളിൽ ഓർത്ത് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന എല്ലാ കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈ ശബ്ദം ഈ പ്രഭാതം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ മാനവും മഹത്വം എല്ലാം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.